പ്രൈസ് ദി ലോർഡ്. ജനക്കൂട്ടങ്ങൾ കൈയടിക്കുന്ന വേദികളിലല്ല, നിശബ്ദമായ ഒറ്റപ്പെട്ട രാത്രികളിലാണ് ദൈവം മനുഷ്യരെ രൂപപ്പെടുത്തുന്നത്. ലോകം നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ ദൈവം നിന്നെ പ്രത്യേകമായി വിളിക്കുന്നു. ചില വാതിലുകൾ മനുഷ്യരടയ്ക്കും, കാരണം ദൈവത്തിന് നിന്നെ അവരിൽ നിന്നും വേർതിരിച്ചെടുക്കണം. ഒറ്റപ്പെടൽ ഒരിക്കലും ഒരു പരാജയമായി കാണരുത്. അത് ദൈവത്തിന്റെ സ്വകാര്യ പരിശീലനമാണ്. കർമ്മേൽ മലയിൽ തീയിറക്കിയൊരു പ്രവാചകൻ, ജനങ്ങളെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നൊരു മനുഷ്യൻ. പക്ഷെ പിന്നെ ഏലിയാവ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. അവൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് മതി. പക്ഷെ ദൈവം പറഞ്ഞു, ഏലിയാവേ, നിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നീ തകർന്നുവെന്ന് കരുതുന്ന സ്ഥലത്ത് ദൈവം നിന്നെ വീണ്ടും പണിയും. ഒരു പ്രാർത്ഥന, ഒരു വിശ്വാസം. അതിനുവേണ്ടി ദാനിയേൽ സിംഹക്കുഴിയിൽ വീണു. എല്ലാവരും പോയി, പക്ഷെ ദൈവം അവിടെ ഉണ്ടായിരുന്നു. സിംഹങ്ങൾ ശക്തമാണ്, പക്ഷെ ദൈവം സിംഹങ്ങളെക്കാൾ ശക്തനാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ സിംഹഗുഹ പോലും സാക്ഷ്യവേദിയാകും. കടൽ, ഇരുട്ട്, നിശബ്ദത. യോന മീനിന്റെ വയറ്റിൽ ഒറ്റയ്ക്ക്. അവിടെ ആരുമില്ല, പക്ഷേ അവിടെ ഒരു പ്രാർത്ഥനയുണ്ടായി. മീനിന്റെ വയറ് തടവറയല്ല, ദൈവത്തിന്റെ തിരുത്തൽ മുറിയാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ചിലപ്പോൾ ദൈവം നമ്മെ ഉയർത്തുന്നതിന് മുൻപ് നമ്മളെ നിർത്തി തിരുത്തും. ഒറ്റപ്പെട്ട ഇരുട്ടിൽ പറഞ്ഞൊരു പ്രാർത്ഥന ഒരു നഗരത്തിന്റെ രക്ഷയായി മാറി. സുവിശേഷം പറഞ്ഞതിനായി പൗലോസ് ജയിലിൽ കിടന്നു. ബന്ധനങ്ങൾ, ഇരുട്ട്, നിശബ്ദം. പക്ഷെ അർദ്ധരാത്രിയിൽ അവൻ പാടി തുടങ്ങി. സാഹചര്യങ്ങൾ ഇരുട്ടായാലും ഹൃദയം സ്തുതിയാൽ നിറഞ്ഞിരിക്കണം. ജയിൽ വാതിലുകൾ മനുഷ്യരടയ്ക്കാം, പക്ഷെ സ്തുതിയുടെ വാതിലുകൾ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. ബന്ധനങ്ങളിൽ പാടിയ സ്തുതി ഭൂകമ്പമുണ്ടാക്കി. രാത്രി, നിശബ്ദം. ശിഷ്യന്മാർ ഉറങ്ങി. ഗെത്സമനയിൽ യേശു ഒറ്റയ്ക്ക്. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി വീണു. അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, ഈ പാനപാത്രം മാറിപ്പോകട്ടെ. പക്ഷെ പിന്നീട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. ഗെത്സമനയിലെ ഒറ്റപ്പെട്ട പ്രാർത്ഥനയാണ് ഗോൽഗോഥയിലെ രക്ഷയായി മാറിയത്. നീ പറയുന്നുണ്ടാവാം, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എല്ലാവരും എന്നെ വിട്ടുപോയി, ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ ദൈവം നിന്നോട് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ കരഞ്ഞ രാത്രികൾ ഞാൻ കണ്ടിട്ടുണ്ട്. നീ മിണ്ടാതിരുന്ന വേദന ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഒറ്റപ്പെട്ടിരുന്ന സമയങ്ങളിൽ നിന്റെ ഭാവിയെ ഞാൻ തയ്യാറാക്കിയ സമയങ്ങളായിരുന്നു. ദൈവം വലിയ മനുഷ്യരെ ജനക്കൂട്ടങ്ങളിൽ ഉണ്ടാക്കുന്നതല്ല, ഒറ്റപ്പെട്ട നിമിഷങ്ങളിലാണ് അവൻ അവരെ തീർക്കുന്നത്. നിന്റെ ഒറ്റപ്പെടൽ അവസാനമല്ല, അത് നിന്റെ വിളിയുടെ തുടക്കമാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ.